അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്നാൽ തുടങ്ങല്ലേ. ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് 2 സ്പൂണ് മിൽക്ക് പൗഡർ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വെക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാത്രം വെക്കാം. അതിൽ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പാൽപ്പൊടിയും പാലും മിക്സ് ചെയ്ത ബാറ്റർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കൂവപ്പൊടി ചേർക്കുക. ഇവിടെ ഞാൻ 3 സ്പൂണ് കൂവപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്യണേ. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം പാൽ തന്നെ ആയാലും കുഴപ്പമില്ല. ഇത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് പാല് തിളയ്ക്കാൻ വെക്കാം. ഇനി ഇത് അവിടെ കിടന്ന് തിളക്കട്ടെ. കൂവ പെരുകി കഴിക്കാൻ പലർക്കും ഇഷ്ടമല്ല അല്ലേ, പ്രത്യേകിച്ച് കുട്ടികൾ. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ പ്ലേറ്റ് കാലിയാക്കി തരുന്നത് കാണാം. ഇത് ശരിയല്ലേ? അതുപോലൊരു ഐറ്റമാണിത്. നമ്മുടെ പാൽ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂവ മിക്സ് ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വേഗം കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിനെ കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഇത്തിരി നല്ല നെയ്യ് ചേർക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിലാണ് നിൽക്കുന്നത്. ഇനി ഓഫ് ചെയ്യുക ഫ്ലെയിം. ഇനി പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങല്ലേ. ആദ്യം ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ വശമൊക്കെ ഒന്ന് കളയാം. എന്നിട്ടൊരു പാത്രം എടുക്കുക. ഞാൻ ഇവിടെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പാത്രം എടുത്തിട്ട് അതിൽ വെച്ചാൽ മതി കേട്ടോ. ലെവലാക്കി വെക്കണം കേട്ടോ. ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് പൗഡറും മിൽക്കും കൂടി മിക്സ് ചെയ്ത ബാറ്റർ ഉണ്ടായിരുന്നില്ലേ, അത് ബ്രെഡിൻ്റെ എല്ലാ വശത്തും നനയുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറുക്കി വെച്ചിരിക്കുന്ന കൂവയുടെ ബാറ്റർ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. എല്ലാ വശത്തേക്കുമായിട്ട് സ്പ്രെഡ് ചെയ്യാം. നല്ല തിക്ക് ലെയറായി തന്നെ കൊടുക്കുക. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സാണോ, നട്ട്സോ ഫ്രൂട്ട്സോ എന്തായാലും ഇതിൽ ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നട്ട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഡ്രൈ ഫ്രൂട്ട്സും. ഇനി ഒരു ലെയറും കൂടി ബ്രെഡ് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം.
സൂപ്പർ ടേസ്റ്റിൽ പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് 2-3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോക്കായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.